ഏഴു ലഘുവഴിയായ തമ്പുരാനെത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാൽ എത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടുത്തരിയവുമിട്ടു. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗീണ മുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ഛിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലു. അന്തണനെ കണ്ടിട്ടോ സന്തോഷം കൊണ്ടോ തസ്യ ധൈര്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തു കൊണ്ടോ ശൗരി കണ്ണു നീരണിന്നു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളി മഞ്ചത്തിന്നു വെക്ക മുത്താനം ചെയ്തിരുപക്ക മുള്ള പരിജനത്തോടു കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തേഴും നല്ലി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. പരാവര കൽപ്പപരിവാരത്തോടു കൂടി ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നേ തീരേറ്റു കുചലനദീനദയ പരവശമേവം മറ്റോരീശ്വരനുണ്ടോ. മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു. കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു പരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. പള്ളിപ്പണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ത മുള്ളതുകൊണ്ടു തനിക്കും മാർക്കും തളിച്ചു.